ഇടയ്ക്ക് ഒന്ന് ഇടപെട്ടോട്ടെ. ചോദ്യങ്ങൾ ഒരുപാടുണ്ടെന്ന് അറിയാം, പക്ഷെ സന്ദേഹങ്ങളായിട്ട് നമുക്ക് സമയപരിമിതി ഉണ്ട് എന്നുള്ളത് കൂടി ഉറപ്പെടുത്തുകയാണ്. സോ ഏറ്റവും അവസാനത്തെ ചോദ്യമായിരിക്കും എന്നുള്ളത് ഉറപ്പെടുത്തിക്കൊണ്ട് ഒരൊറ്റൊരു ചോദ്യം, നിങ്ങൾ ആര് വേണമെന്നുള്ളത് തീരുമാനിക്കാം. ദിലീപേട്ട, ലോജിക് ഇല്ലാതെ കണ്ട് ആഘോഷിക്കേണ്ട സിനിമയാണ് ബബ ബബ അല്ല ബബ എന്ന് പറയുമ്പോ സോറി അർത്ഥം കണ്ടുപോയി ഭയം ഭക്തി ബഹുമാനം പിന്നെ അടുത്ത ബായിക്ക് ബബ എന്ന് പറയുമ്പോ ദിലീപേട്ടന്റെ ഓർമ്മകളെ ഒരു 22 വർഷങ്ങൾക്ക് മുമ്പോട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. അന്ന് സോഷ്യൽ മീഡിയ, അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഒന്നുമില്ലാതിരുന്ന സമയത്ത് കൊച്ചുകുട്ടികൾ മുതൽ അപ്പനപ്പൂപ്പന്മാർ വരെ ലോജിക്ക് നോക്കാതെ തിയേറ്ററിലേക്ക് വന്ന് കണ്ട് വിജയമാക്കിയ മലയാളത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററിലെ നായകനാണ് ദിലീപേട്ടൻ. ജോണി ആന്റണി ചേട്ടന്റെ ഫസ്റ്റ് പടം സി.ഐ.ഡി. മൂസ. സത്യമാണ്. അതെ. അപ്പോ ആ സിനിമ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ, അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് പോലും ഫേവറേറ്റ് ആയ സിനിമയാണ് സി.ഐ.ഡി. മൂസ എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോ ആ സിനിമയുടെ ഒരു റെസിപ്പി എന്തായിരുന്നു? കാരണം അതും ലോജിക്ക് നോക്കാതെ അല്ലെങ്കിൽ കോമൺ സെൻസ് ഒന്നും വെക്കാതെ കാണേണ്ട ഒരു സിനിമയാണ്. ദിലീപേട്ടൻ ഏതോ ഒരു പ്രസ് മീറ്റിൽ, അന്നത്തെ ഏതോ സ്റ്റുഡൻസ് ഓൺലി പ്രോഗ്രാമിൽ പറയുന്നുണ്ട് കാർട്ടൂൺ പോലെ കാണേണ്ട ഒരു സിനിമയാണെന്ന്. അപ്പോൾ ആ സിനിമയും ഈ സിനിമയും തമ്മിൽ കമ്പയർ ചെയ്യണം എന്നല്ല, എന്തായിരുന്നു സി.ഐ.ഡി. മൂസയുടെ ഒരു പ്രത്യേകത? സി.ഐ.ഡി. മൂസ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ആദ്യം തന്നെ കൊടുത്തത് ടേസ്റ്റ് ദ ബ്ലണ്ടർ എന്നാണ്. ബ്ലണ്ടറാണ്. ഇപ്പം എനിക്ക് എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്, പാരച്ചൂട്ടിൽ ആൾക്കാരെ ഇറങ്ങാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് 3-4 കുട കൂട്ടി വെച്ചിട്ട് ചാടിയ കറക്റ്റാവില്ലെന്ന്. നമ്മുടെ വിഡിത്തങ്ങളായ ചിന്തകളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ആ സിനിമയിൽ പറഞ്ഞ ഒരുപാട് ഡയലോഗ്സുകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ എന്താണ് ഓവറാക്കണ കാര്യം പറഞ്ഞില്ലേ, എല്ലാം ഓവറാക്കിയല്ലേ ആളുകൾ ശ്രദ്ധിക്കൂ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഡയലോഗ്സുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് നമ്മൾ ചില ആൾക്കാർ പുഴുവ് കടിക്കില്ലേ, പുഴുവ് കടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് തള്ളാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ലാലേട്ടൻ ഇതിനകത്ത് പറയണ്ടേ ജയ എന്ന് പറയുമ്പോൾ ഒരു ബ്ലോക്കിന് ജയ, ഈ ജയ എന്നുള്ള പേര് മിക്കവാറും ആൾക്കാരെ എടുത്തിട്ട് എന്തെങ്കിലും പറയും ജയ എന്ന് പറയാവുന്ന സാധനങ്ങൾ പോലുള്ള എനിക്ക് മീൻസ് പുള്ളി പെർഫോം ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളെല്ലാം ഇനി ഭാവിയിലേക്ക് ചിലപ്പോൾ ഇതെടുത്ത് യൂസ് ചെയ്യും. അപ്പൊ ഇതിനിവിടെ ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്, സി.ഐ.ഡി. മൂസയ്ക്ക് ഒരു 2ാം ഭാഗം ഉണ്ടാവും? നമുക്ക് റെഡിയാക്കാം. കാരണം വെച്ചാൽ ഈ തരത്തിലെ സിനിമ അന്ന് അതൊരു പരീക്ഷണ ചിത്രമായിരുന്നു. ആ സിനിമ ആദ്യം സെൻസർ കഴിഞ്ഞിട്ട് അതിന്റെ കോപ്പി എടുക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തുള്ള അതിന്റെ നമ്മുടെ ആ പടത്തിന്റെ PR തന്നെ കുറെ പേരുണ്ടായിരുന്നു. ആ സിനിമ ഇരുന്ന് കാണുമ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം ഏത് തരത്തിലെ സിനിമയാണ്, നാളെ ഇതിനെന്ത് സംഭവിക്കാൻ പോകണമെന്ന് ഒന്നും ആർക്കും അറിഞ്ഞൂടാ. പക്ഷെ നമുക്കൊരു തോന്നലുണ്ടല്ലോ, നമുക്ക് തോന്നിയ മണ്ടത്തരങ്ങളും നമുക്ക് തോന്നിയ ചില ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങൾ ചെയ്തൊരു സിനിമയാണത്. ആ സിനിമ എത്ര ഇപ്പം 2-3 തലമുറയായിട്ട് ആ കുറച്ച് സിനിമയെ കുറിച്ച് സംസാരിക്കും. നമ്മൾ ഇന്നും അതിന്റെ 2ാം ഭാഗത്തെ കുറിച്ച് സംസാരിക്കുന്നു. റീ റിലീസ് പ്ലാൻ ഉണ്ടോ? റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധിച്ച 2026 സി.ഐ.ഡി. മൂസ റീ റിലീസ് ഉണ്ടാവും. വേണോ? നമ്മളിത് കൊണ്ടുവന്നിട്ട് അത് പ്രിന്റ് ആൻഡ് പബ്ലിസിറ്റി കാശ് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് വരും. ആലോചിക്കില്ലെന്ന് ആദ്യമേ പറഞ്ഞാൽ കേട്ടോ ആ പടത്തില്. കാരണം എനിക്കെന്താ പറയുമ്പോ, എനിക്ക് നിങ്ങൾ ഒരു കാര്യം ഉറപ്പ് പറയണം, ഞാൻ ആ സിനിമയും കൊണ്ട് വരുമ്പോ അതിന് റിവ്യൂ പറഞ്ഞു കൊല്ലാൻ പറ്റുന്നത്. ഇപ്പൊ ഈ മീശമാധവന്റെ കാര്യം പറയുകയാണെങ്കിൽ, അന്ന് അതിന്റെ ഡ്യൂറേഷന്റെ കാര്യത്തിൽ ലാൽ ജോസ് ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ഡ്യൂറേഷൻ കാരണം ചിലപ്പോൾ പടം പരാജയപ്പെടുമെന്നൊരു ടെൻഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും സീനിയർ ആർട്ടിസ്റ്റുകളാണ്. ഇപ്പോൾ ജഗതി ചേട്ടനായിക്കോട്ടെ, സലീമായിട്ടാണ്, അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അന്നത്തെ സിനിമകളിലും ഇപ്പോൾ സിനിമകളിലും പുതു തലമുറകളിലെ ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പോൾ ധ്യാൻ ചേട്ടനൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ധ്യാൻ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മറ്റേ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇത്രയും എഫേർട്ടിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞങ്ങളോട്. അപ്പോൾ ഇപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും പഴയതും തമ്മിലുള്ള എന്തോ വ്യത്യാസമാണ് എന്താണ് സിനിമയിൽ?
അല്ല, എഫേർട്ട് എവിടെയും വേണം. എഫേർട്ട് എടുക്കാൻ എല്ലാവരും എഫേർട്ട് എടുക്കണമെന്നില്ല. ആരെങ്കിലും ഒരാൾ എഫേർട്ട് എടുത്തില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ലല്ലോ, അല്ലേ? അപ്പം അതിന് മുമ്പിൽ നിൽക്കുന്ന ഒരു 3-4 പേര് അതിനെക്കുറിച്ച് സിൻസിയറായിട്ട് സംസാരിക്കും, ചർച്ച ചെയ്യും എന്നുണ്ടാണ് ഫോർ എ ബെറ്റർ പ്രോഡക്റ്റ്. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. പിന്നെ ഞാൻ കണ്ടതിൽ എനിക്ക് പുതിയ തലമുറയിൽ വന്ന് ടാലൻറ്റഡ് ആയിട്ടുള്ള നല്ല സെൻസിബിൾ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ നേരത്തെ ധ്യാനെ പരിചയപ്പെട്ട നിമിഷം മുതൽ എനിക്ക് മനസ്സിലായി വലിയ സംഭവമുള്ള ഒരാളാണ്. ഇത്രയും സംഭവമുണ്ട്, ചങ്കൂറ്റുമുണ്ട്, പറയേണ്ട കാര്യങ്ങൾ സിൻസിയറായിട്ട് മുഖത്തേക്ക് പറയാനും അറിയാം, നർമ്മമുണ്ടാവില്ലേ, അതിന് ഒരുപാട് ക്വാളിറ്റീസ് ഉള്ളതാണ്. അതുപോലെ തന്നെ പുതിയ തലമുറയിൽ ഒരുപാട് പേരുണ്ട് അതിന് വേണ്ടി.